ഏതായാലും ഞാൻ വിചാരിച്ചതുപോലെ നീ അത്ര മൊണ്ണയൊന്നുമല്ല. എന്നാലും നീ ആ അച്ഛനെ അടിച്ച് പപ്പടം പോലെ ആയിക്കളഞ്ഞല്ലോ. എന്നെ ഇടിച്ചിട്ടല്ലേ? എത്ര പ്രാവശ്യം പറഞ്ഞു എന്നെ ഇടിക്കില്ലെന്ന്. എന്നാലും ആ കാശ് കിട്ടിയില്ലല്ലോ കാക്കാത്തിയമ്മ. എന്തിനാണ് നിനക്ക് ഇപ്പൊ ആ കാശ്? വിശക്കുന്നെങ്കിൽ ഞാൻ നിനക്ക് ആഹാരം മേടിച്ചു തരാം. അതല്ല കാക്കാത്തിയമ്മ, ഞാന് ഒരു ഓപ്പറേഷന് വേണ്ടി വെച്ചിരുന്ന. ഓപ്പറേഷനോ? നിനക്കോ? എനിക്കല്ല, പിന്നെ വേറൊരാൾക്ക്. അതാരാ ഈ വേറൊരാള്? കാക്കാത്തിയമ്മ ആരെങ്കിലും പറയും. ഞാൻ ആരോടും പറയില്ല. പറയും. പറയില്ലെന്ന് പറഞ്ഞില്ലേ? പറയത്തില്ലല്ലോ. ഇല്ല, പറയില്ല. ആ ചിക്കുല്ലേ, പൂക്കാരിപ്പെണ്ണ്, അവളുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാനാ. ചിക്കു പാവല്ലേ കാക്കാത്തിയമ്മേ? കൊള്ളാമല്ലോ നിന്റെ മനസ്സിലിരിപ്പ്. ഏതായാലും നിന്റെ മനസ്സ് നല്ലതാ, നിനക്ക് നല്ലതേ വരും. പക്ഷെ കാക്കാത്തിയമ്മേ, എങ്ങനെ ഇത്രയും കാശുണ്ടാക്ക? 5000 രൂപ വേണം. എത്ര? ഒരു കൊരങ്ങൻ ഡോക്ടർ 5000 രൂപ കിട്ടിയാല് അയാൾക്ക് ചാവുന്നിടവരെ പൊട്ട് തിന്ന. അത് പോട്ടെ, നിനക്ക് എന്ത് ജോലി അറിയാം? ഞാൻ കുറച്ചാള് ടാക്സിന്റെ കിളിയായിട്ട് നിന്ന് ഡ്രൈവിംഗ് പഠിച്ചു. അത് ശരി. പിന്നെ കണ്ണാടി കടയിൽ നിന്ന് ചില്ലിടാൻ പഠിച്ചു. പിന്നെ എന്തറിയാന്ന് ചോദിച്ചാല് പിന്നെ 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 ഒന്നും അറിഞ്ഞൂടാ. എന്താ കഴിക്കാൻ വേണ്ട? ശ്രീയേട്ടൻ എന്താ കഴിക്കുക വെച്ചാൽ അത് മതി എനിക്ക്. ഒരു മസാല ദോശയും ഒരു കാപ്പിയും. ഇവിടെ എന്താ വില? 5 രൂപ. ഇപ്പൊ 2 മസാല ദോശയും കാപ്പിയും 11 രൂപ. ഒരു മസാല ദോശയും ഒരു കാപ്പിയും ഒരു ഗ്ലാസ് പച്ചവെള്ളവും ബില്ലും. ആ ടേബിളിൽ. ശരി. എന്താ വേണ്ട സാർ? ഒരു 2 മസാല ദോശയും 2 കാപ്പി. ശാലിനിക്ക് വേറെ എന്തെങ്കിലും വേണം? വേണ്ട. വേണം. ആ വെയിറ്ററിന്റെയും ശ്രീയേട്ടന്റെയും ശബ്ദം എന്താ ഒരേപോലെ? അത് പിന്നെ എന്റെ കാറ് വർക്ക്ഷോപ്പിലായിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് 2 പേർക്കും കാറ് വരായിരുന്നു. എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ നമ്മുടെ ഏല വെച്ചതിന്റെ കാര്യം ആലോചിക്കായിരുന്നു. ഇന്ന് 5 ലോഡ് അയക്കേണ്ടതാ. കഴിച്ചോളൂ. കഴിക്കും. മസാല ദോശയ്ക്ക് ഭയങ്കര എരിവല്ലേ? അത്ര വലുതായിട്ടൊന്നുമില്ല. അപ്പൊ എന്റെ ദോശയ്ക്ക് മാത്രമാവും. അയ്യോ, കാപ്പിക്ക് ഭയങ്കര ചൂട്. ഒരു മസാല ദോശ കൂടെ പറയട്ടാ? വേണ്ട. അളിയൻ അന്ന് എന്നെ വിട്ടിട്ട് പോയി കളഞ്ഞല്ലേടാ അളിയ. ഞാൻ ഇപ്പൊ വന്നില്ലേ? ഇനി നീ പോവരുത്. നീ എന്നെ വിട്ട് പോവില്ലാന്ന് സത്യം ചെയ്യളിയാ. സത്യം. ഇനി ഞാൻ പോവില്ല. എനിക്കൊരു 5000 രൂപ. 5000 രൂപ. 5000 ആക്കി നിന്നളിയ. 50,000 രൂപ അളിയന് ഞാൻ തരും. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്റെ വീട്ടിലേക്ക്. അല്ലെ എന്റെ വീട്ടിലേക്ക് വാളിയാ. എന്റെ ജീവൻ രക്ഷിച്ച അളിയന് 5000 രൂപയ്ക്കാണ് അളിയ. കേരളീയ അളിയന്റെ സ്വന്തം കാറിലോട്ട് കയറാം.
വിഷമിക്കരുത്. ഇത് മുഴുവൻ അളിയെന്നുള്ളതാണല്ലയാ. അളിയ ഇത് അളിയ ഇത് 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 ഇതല്ലയാ ഇതല്ലയാ അളിയ. അളിയൻ എത്ര രൂപ വേണം? ഞാൻ ജീവിച്ചിരിക്കുമ്പോ രൂപയ്ക്കാണോ അളിയ ക്ഷാമം? അളിയൻ ധൈര്യമായിട്ട് ഇവിടെ ഞാൻ കൊണ്ടുവരാം. ഇത് മുഴുവൻ നിനക്കുള്ളതാണ്. നീ എത്രയാ? ഈ ഉപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയാം. നന്ദി ഒന്നും വേണ്ടല്ലേ. രാത്രിയാണ് പണവുമായിട്ട് പോകുന്നത്, സൂക്ഷിക്കണം. എന്നാ ഇതുകൂടെ വെച്ചോ. വഴി കാണുന്നവരെല്ലാം തട്ടിയറിയാ. പക്ഷെ ഞാൻ മരിച്ച് പണിയെടുത്തെങ്കിലും ഈ രൂപ മടക്കി തരും. വേണ്ടല്ലേ. അളിയൻ ധൈര്യമായിട്ട് പോ. ഈ പണം എനിക്ക് തിരിച്ചു തരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ തോക്ക് കൊണ്ട് വെടിവെച്ച് മരിക്കും. അയ്യോ വേണ്ട, അളിയൻ പണം മാത്രം കൊണ്ടുപോയാൽ മതി. അളിയന്റെ സ്വഭാവത്തിന് തോക്ക് കൊണ്ടുപോണ്ട. പോളിയാ പോളിയാ, അളിയൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. അളിയാ പോയിട്ട് വാ. കാശ് കാശ് എന്റെ കാശ് അയ്യോ കള്ളൻ കള്ളൻ ഓടി വരണേ ഗോപാല. അല്ല ഓടി വായേ, ഓടി വാ കള്ളൻ. അയ്യോ അയ്യോ പോന്നല്ലോ. ഓടി വാ ഓടി വാ ചേട്ടാ. ചിക്കു 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 ആരാ? ഞാൻ ശ്രീകുട്ടൻ. എന്താ ശ്രീയേട്ട രാത്രിയില്? ഇതാ ഡോക്ടർ കൊടുക്കാനുള്ള 5000 രൂപ. എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുണ്ട്. 4-5 ദിവസം കഴിഞ്ഞ് വരും. ചിക്കു ഈ പണമായിട്ട് ഡോക്ടറെ കാണണം. ശ്രീയേട്ട ഞാൻ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഞാൻ പറ്റേ. ഞാൻ പണം കൊടുത്തു എന്നാണ് ഇപ്പം പറയുന്നത്. നിനക്ക് പണം തരാൻ ഞാനാരാ? നിന്റെ മച്ചമ്പിയോ ആലിയനോ? അതോ ഞാൻ ഇവിടെ ധർമ്മശാല നടത്തുന്നു? വഴിയെ പോകുന്ന തെണ്ടുകൾക്കൊക്കെ ധർമ്മം കൊടുക്കാൻ. ഇവൻ ഇതിനു മുമ്പ് ഇവിടെ കയറി മോഷ്ടിക്കാൻ നോക്കിയിട്ടുണ്ട്. അന്ന് ഞങ്ങൾ തടഞ്ഞപ്പോ പൊട്ടം കളിച്ച് രക്ഷപ്പെട്ടു. നിങ്ങൾ കള്ളം പറയരുത്. നിങ്ങളല്ലേ എനിക്ക് 5000 രൂപ എന്ന്. സാറേ, ഇയാള് കള്ളു കുടിച്ച് പറയുന്നൊന്നും ബോധം വീഴുമ്പോ ഓർമ്മ ഉണ്ടാവില്ല. നിന്റെ തന്തയ്ക്കാണോ ബോധം? എന്റെ തൊണ്ടയ്ക്ക് പറഞ്ഞ കണ്ടോ 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 കണ്ടോ. ഇതുപോലെയാണ് ഇന്നലെ രാത്രിയില് എന്റെ തലക്കടിച്ചിട്ട് കാശ് കൊണ്ടുപോയത്. അയ്യോ, ഞാൻ അടിച്ചില്ല, അവന്മാരാ അടിച്ചത്. അപ്പൊ നിന്റെ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു അല്ലേ? അവര് വേറെ വന്നതാ, അവരാ കള്ളന്മാര്. ഇവൻ ആ കള്ളന് കഞ്ഞി വെച്ചത്. ഞാൻ ആർക്കും കഞ്ഞിയും ചോറൊന്നും വെച്ചിട്ടില്ല. ഇയാൾ എന്തൊക്കെ കളവാ പറയുന്നത്? ദൈവമേ, ഇയാളുടെ തല ഇടുത്തി വീഴണേ. എന്നിട്ട് ആ കാശ് എവിടെ? കാശ് കാശ് എവിടെയെന്ന്? കാശ് കളഞ്ഞുപോയി. നീയൊക്കെ എന്നാടാ കക്കാൻ നടക്കുന്നത്? കാശുണ്ടാക്കാൻ പറ്റുന്ന പാടിനെ പറ്റി വല്ല ചിന്തയുണ്ടായിരുന്നെങ്കിൽ നീ ആ പണം കൊണ്ട് കളയുമായിരുന്നോടാ. നീ മര്യാദയ്ക്ക് കാശ് എവിടെയെന്ന് പറയുന്നു അതോ? ഞാൻ പറയില്ല. ഇവൻ കള്ളനാണെന്ന് വ്യക്തമായില്ലേ? ആദ്യം പറഞ്ഞു തന്നതാണെന്ന്, അതെ. ഇപ്പൊ പറയുന്നു കളഞ്ഞതാണെന്ന്. ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നു ഇവിടെ ഉണ്ടെന്ന് പറയൂല. നീ പറയില്ല അല്ലടാ? ഞാൻ പറയില്ല. നിന്നെ കൊണ്ട് പറയിപ്പിക്കാമോ നോക്കട്ടെ. അടക്കം. ആരാ എവിടുന്നാ? പ്രൊഫസർ ചക്രവാണി. ഭൂതം ഭാവി വർത്തമാനത്തിന്റെ അതെ. പ്രതിഷ്ഠ ഇവിടെ ഒരു 4 days 3 ദിവസം കഴിഞ്ഞു വരും. എനിക്ക് അടിയന്തരമായിട്ട് ഒരു കാര്യം പറയാനുണ്ടായി. അയ്യോ, ആരുടെ അടിയന്തരമായിരുന്നാലും അദ്ദേഹം ഇവിടെ ഇല്ല. ഒരു ആധ്യാത്മിക പര്യടനത്തിലാണ്. പേരും മേൽവിലാസവും ഉണ്ടെങ്കിൽ തരൂ. പ്രൊഫസർ വരുമ്പോ ഞാൻ വിവരം പറയാം. അയ്യോ, അത് പ്രൊഫസർ അല്ലേ? അല്ല, അത് ലെക്ചറാ. അത് പ്രൊഫസറാ. അല്ല, ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതാ.
നഗ്നനേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. ദേവേത് ഇപ്പോൾ തന്നെ പ്രൊഫസറെ കാണാൻ എന്നെ ഒന്ന് അനുവദിക്കണം. അത് പ്രൊഫസറാണെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഒന്ന് ഞാൻ സമ്മതിക്കും, നിങ്ങൾ കണ്ടത് പ്രൊഫസർ ചക്രപാണിയെ തന്നെയാണ്. പക്ഷേ ആത്മാവില്ലാത്ത ശരീരം ജഡമാണെന്നറിയുക. നിങ്ങൾ പ്രൊഫസറുടെ ഭൗതിക ശരീരത്തെയാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ ആത്മാവ് അങ്ങ് കാശിയിലോ പൂഞ്ഞാറ്റിലോ ബദരീനാഥത്തിലോ ആയിരിക്കും. ആത്മാവ് അവിടെ നിന്ന് എത്താൻ 3 ദിവസമാകും. അതുകൊണ്ടാണ് 3 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞത്. മേലുല്ലാസം തന്നിട്ട് പൊയ്ക്കോളൂ. KP ശങ്കുണ്ണിപ്പിള്ള, കോൺട്രാക്ടർ, കാവനാട് PO. ശരി, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിച്ച് ധൈര്യമായിട്ട് വരൂ. KP ശങ്കുണ്ണിപ്പിള്ള, കോൺട്രാക്ടർ, കാവനാട് PO. അണ്ണോ, അണ്ണങ്കുരോ. കണ്ണ് തുറക്കും മുൻപ് വരും, വരാതിരിക്കില്ല. അപ്പൊ പറഞ്ഞതുപോലെ ശങ്കുണ്ണിപ്പിള്ളയുടെ എല്ലാ വിവരം അറിഞ്ഞുകൊണ്ട് വന്ന് എന്നോട് പറയണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഏറ്റോ? ആ. എന്റെ കല്ലേയോ കാലേ, അല്ലേ അല്ലേ ഇവിടെ എവിടെ പോയത്? വലിയ ബ്രേക്കില്ലാതാണോ ഉന്തുവണ്ടി കൊണ്ട് നടക്കുന്നത്? സിസ്റ്ററെ, തങ്ങളെ, കൊടത്തങ്ങളെ, തങ്ങളെ ചേട്ടാ, ഇവിടെ താമസിക്കുന്ന ശങ്കുണ്ണിപ്പിള്ളയെ കുറിച്ച് വല്ലതും അറിയോ? അറിയാവല്ലോ. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ചില വിവരങ്ങൾ അറിയാനുണ്ട്. എന്താ അറിയണ്ടേ?
താങ്ക് ഗോഡ്. ഇനി കുട്ടിയുടെ കണ്ണിന് യാതൊരു അസുഖങ്ങളും ഉണ്ടാവില്ല. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. 2 ദിവസം കൂടെ ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്താൽ മതി. ഞാൻ വരട്ടെ. വരുമെന്നറിയായിരുന്നു. ഞാൻ സ്വല്പം താമസിച്ചു പോയി. എന്താ പേര്? പേര് രാമു എന്ന് വിളിച്ചാൽ മതി. ഞാൻ വിളി കേൾക്കും. വേറെന്തേലും പേരുണ്ടോ? ആര് പറഞ്ഞു? ഉണ്ടോ? മുഴുവൻ പേര് രാമകൃഷ്ണപിള്ള. അച്ഛനിട്ട പേരാ, അപ്പൂപ്പന്റെ ഓർമ്മയ്ക്കായിട്ട്. കുട്ടി എന്നെ രാമു എന്നോ രാമേട്ടൻ എന്നോ ഡോക്ടർ എന്നോ വിളിച്ചാൽ മതി. വേറെ ആരെങ്കിലും എന്നെ അന്വേഷിച്ച് വന്നായിരുന്നോ? പിന്നെ അച്ചു എന്നൊരാൾ വന്ന് എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചിട്ട് പോയി. പിന്നെ ഞാൻ നാളെ വരാം. കുട്ടിക്ക് കാഴ്ച കിട്ടിയിട്ട് ഇനി പലതും കാണാനില്ല. ഞാൻ കൊണ്ടുപോയി കാണിക്കാം. റൗണ്ട്സിന് പോകാൻ സമയമായി. ഞാൻ പോയിട്ട് വരാം. എന്തേ ശ്രീയേട്ട വരാഞ്ഞത്? ശ്രീയേട്ടൻ വന്നിട്ടില്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കണ്ണു തുറക്കുകയില്ലായിരുന്നു. പറ്റിച്ചു എന്നല്ലേ? ഇനി വന്നാലും ഞാൻ മിണ്ടില്ല.